ഹായ്. ആക്ടർ ജാഫർ ഇടുക്കി ചേട്ടൻ കോവയ്ക്ക് ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് കണ്ടേ പിന്നെ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. കോവയ്ക്ക് നല്ല കഴുകി വൃത്തിയാക്കി ഒരു കോവയ്ക്ക ഒരു 4 കഷ്ണമായിട്ട് ഞാൻ അരിഞ്ഞു. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം. അതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. മിക്കവർക്കും തന്നെ അങ്ങനെ ഒരു വഴുവഴുപ്പുള്ളപ്പം കോവയ്ക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. ഒരു 10-15 മിനിറ്റ് കോവയ്ക്ക് അങ്ങനെ വെയിലത്ത് ഇരുന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കിതെടുത്ത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ പാത്രം വെച്ചു, എണ്ണ ചൂടായി. ഇനി കോവയ്ക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് കോരിയെടുത്ത് ഒരു ഡിഷിലേക്ക് മാറ്റാം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഡ്രൈ ആയിട്ടിരിക്കും. സാധാരണ കോവയ്ക്ക് വെക്കുമ്പോഴത്തേക്കും ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്തൊന്നും ഞാൻ കോവയ്ക്ക് കഴിക്കാറില്ല, വീട്ടിൽ വെച്ചാലും കഴിക്കാറില്ല. ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ജാഫർ ഇടുക്കി ചേട്ടൻ്റെ കോവയ്ക്ക റെസിപ്പി. സംഭവം എന്തായാലും കിടുവായിട്ടുണ്ട്. കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടപ്പെടും.